ഹലോ ഇതുവൻ, നിങ്ങൾ ഇത് കണ്ടോ? റോബോട്ടുകൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. എവിടെയാന്നല്ലേ? ദുബായില്. ദുബായ് എപ്പോഴും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ഇറക്കുക. അപ്പം ദുബായിലോട്ട് എനിക്ക് പെട്ടെന്ന് പോകണം എന്നുള്ളൊരു ചെറിയൊരു ആഗ്രഹം കൂടെ ഉണ്ട്. ഇത് കാണാനും ചെയ്യാം, എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പം പല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ദുബായിൽ ഫസ്റ്റ് ഇറങ്ങുന്നുണ്ട്. അപ്പം ഇതുകൊണ്ടുള്ള ഉപകാരം എന്ന് വെച്ചാൽ പല റിസ്ക് പിടിച്ച ജോലികളും ഇനി റോബോട്ട് കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള രീതിയിലൂടെ ആയിട്ടുണ്ട്. അതിന് പുറമെ ആയിട്ട് നമ്മുടെ ഏരിയയിൽ അഡ്വർടൈസിങ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടെ ഇന്നോവേറ്റീവ് ആയിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളതല്ലേ. എന്നുവെച്ചാൽ ഇതുപോലെയുള്ള റോബോട്ടുകളെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഡാറ്റാസ് വെച്ചിട്ടാണ് റോബോട്ടുകൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് പ്രോഗ്രാമാറ്റിക് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ്സ് ഈ റോബോട്ടുകളൊന്നും ചെയ്യിച്ചുകൂടാ? എന്ന് വെച്ചാല് ഇതുപോലുള്ള കസ്റ്റമർ ഐഡന്റിഫൈ ചെയ്തിട്ട് അവർക്ക് പ്രൊഡക്റ്റുകൾ ഇൻട്രൊഡക്ഷൻ ചെയ്യുന്ന രീതിയിലോട്ട് റോബോട്ടുകളെ കസ്റ്റമൈസ് ചെയ്തിട്ട് ഔട്ട്ഡോർ എന്തുകൊണ്ട് ഇറക്കിക്കൂടാ? എന്നുവെച്ചാൽ നമ്മൾ ഈ മനുഷ്യരെ കൊണ്ട് പാംപ്ലേറ്റ്സ് എന്നുവെച്ചാൽ നോട്ടീസുകൾ കൊടുക്കുന്ന രീതിയിൽ നമ്മൾ പ്രൊഡക്റ്റുകൾ ഡിസ്പ്ലേ ചെയ്യാനും ചെറിയ സ്ക്രീൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാനും സ്പീക്കർ വെച്ചിട്ട് അതിന് സംസാരിക്കാനുള്ള ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ട് അത്ര ഇന്ററാക്റ്റീവ് ആയിട്ട് എപ്പോഴും ആൾക്കാർക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള അഡ്വർടൈസിംഗ്സ് ആണ് ആൾക്കാർക്ക് ഇഷ്ടം. എന്ന് വെച്ചാൽ ഈ ഒരു പുതിയ ലോകത്ത് ആൾക്കാർക്ക് പണി ചെയ്യാൻ കൂടുതൽ എൻഗേജ്മെന്റ് ആണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. എന്ന് വെച്ചാൽ ഇനി പണി ചെയ്യാൻ വേണ്ടി റോബോട്ടുകൾ എല്ലാം ഉണ്ട്. നമ്മളിനി പ്രൊഡക്റ്റ് വിൽക്കുക എന്നുള്ളത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഇനി ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള അഡ്വർടൈസ്മെന്റ്സ് ആയിരിക്കും, റോബോട്ടുകൾ വെച്ചിട്ടുള്ള അഡ്വർടൈസ്മെന്റ്സ് ആയിരിക്കും. ഇങ്ങനെയുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണാം.